ഗുഡ് മോർണിംഗ്. ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 18 ജൂലൈ 9:32 ടൈം ആയിട്ടുണ്ട്. നമ്മുടെ ഓർഡർ ബുക്ക് പൊസിഷൻ ഒരു ട്രേഡുകളും നമ്മൾ ഇന്ന് എടുത്തിട്ടില്ല. മാർക്കറ്റിനെ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റാം. മാർക്കറ്റിനെ ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ആണ് മാർക്കറ്റ് ഫോം ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഹാമർ ക്യാൻഡിൻ്റെ ഒരു റിട്രേസ്മെൻറ്റിൽ ട്രേഡ് എടുക്കാമെന്ന് തോന്നുന്നു. പക്ഷേ നോക്കാം. നമ്മളുടെ സെറ്റപ്പ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ EMIയുടെ ക്രോസ് ഓവറിനെ നോക്കിയാലും കാണാൻ പറ്റും. EMIയുടെ ക്രോസ് ഓവർ ആയി എന്നും പറഞ്ഞും ആൾക്കാർ ചിലപ്പോൾ ട്രേഡ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെയും കൂടെ ട്രാപ്പ് ചെയ്യാൻ ക്യാൻഡിൽ മേളിൽ പോകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളിതിനെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിനൊന്നും സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. ഇവിടെ ക്രോസ് ഓവർ സംഭവിച്ചിട്ടില്ല, അവിടെ ഒരു ഡീവിയേഷൻ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ വന്ന് എല്ലാവരും ഷോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം എൻ്റെ ഒരു കൺവിക്ഷൻ വെച്ചിട്ട് ഇവിടെ ഷോർട്ട് ചെയ്തവരുടെ എല്ലാവരെയും സ്റ്റോപ്പ് ലോസ് വന്നിട്ട് മേളിലായിരിക്കും. നമ്മൾ ആ CPRനെ കൂടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം S1-ൽ നിന്ന് ഒരു ഇതെടുത്ത് ആ CPR വരെ പോകാനുള്ളൊരു ചാൻസസ് ആണ് ഞാൻ കാണുന്നത്. പക്ഷേ നമ്മളുടെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് വെച്ചിട്ട് ഇവിടെ ട്രേഡ് എടുക്കാറായിട്ടില്ല. ഇവിടെ ഒരു വീക്കിലി പിവോട്ടിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ആ പ്രീവിയസ് ഡേ ഹൈയെ ബ്രേക്ക് ചെയ്ത ഉടനെ ട്രേഡ് എടുത്ത് CPRൽ എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് ആവുന്ന വരെ വെയിറ്റ് ചെയ്ത് ചെയ്യാം. അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പിലേ എടുക്കാറുള്ളൂ. ഇപ്പോൾ സമയം നോക്കി 9:34 ഒരു ട്രേഡുകൾ പോലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. നോക്കാം. അപ്പം ഏതാവും നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് വെച്ചിട്ട് എന്തെങ്കിലും ട്രേഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ട്രേഡ് നോക്കേണ്ടി വരും. അപ്പം ഇതാണ് ഇന്നത്തെ മോർണിംഗിൽ എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നോക്കാം. നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ലൈവ് മാർക്കറ്റിലാണ് ട്രേഡുകൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു ഇമോഷൻസും നമ്മളുടെ ഒരു ഇതുമൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്തോ ഒക്കെ സപ്പോർട്ട് ചെയ്യണം. കണ്ടോ, ഇവിടെ നിന്ന് വന്നാൽ ഒരു ഫിബോയെ നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹാമർ ക്യാൻഡിലിൻ്റെ ഇതിൽ ഫിബോയെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആണോ ഈ ഒരു പോർഷനിൽ മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. അപ്പം താഴത്തുനിന്ന് ബൈ ചെയ്ത് വെച്ചവരുടെ സ്റ്റോപ്പ് ലോസിനെയും അവരെ ഒന്ന് പേടിപ്പിക്കുകയും മേളിലോട്ട് വന്ന് മേളിൽ സെല്ല് ചെയ്ത് വെച്ചവരുടെ സ്റ്റോപ്പ് ലോസിനെ എടുക്കുകയും ചെയ്യാനാണ് സാധ്യത. അപ്പം ഈ ഒരു ലെവലിൽ വരുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ ബൈ എൻട്രി എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മോർണിംഗ് സെറ്റപ്പ് വെച്ച് നമുക്ക് ട്രേഡുകളൊന്നും കിട്ടിയില്ല. പക്ഷേ ഞാൻ ഒരു ട്രേഡും എടുത്തിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ നമ്മളുടെ പൊസിഷൻ നോക്കി അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ വലിയൊരു കോൺഫിഡൻ്റ് ഇല്ല. കാരണം ഈ ഒരു സമയത്തെന്നൊക്കെ പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഒരു സിക്സാക്ക് മൂവ്മെൻറ്റ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചെറിയൊരു ക്വാണ്ടിറ്റി ഒരു 75 ക്വാണ്ടിറ്റി വല്ലതും ട്രേഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഏകദേശം ഓക്കെ ഫൈൻ. നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ട്രേഡേഴ്സ് ഇപ്പോഴും ഏകദേശം നമ്മളുടെ കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. നമ്മൾ ട്രേഡ് എടുത്ത ലോജിക്കും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആദ്യം ചാർട്ടിനെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്.
നമുക്ക് ചാർട്ടിനെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ട്രേഡ് എടുത്ത പോയിൻറ്റും ട്രേഡ് എടുക്കാനുള്ള ലോജിക്കും എല്ലാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്കും ട്രേഡ് ഓൾറെഡി റണ്ണിങ് ആണ്. ഇപ്പം ഓക്കെ, ഏകദേശം നമ്മളുടെ കോസ്റ്റിന് ചെറുതായിട്ട് കോസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കോസ്റ്റിന് മേളിൽ വന്നിട്ടുണ്ട്. നോക്കാം, 38 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ വയ്ക്കാം. ഇന്നിപ്പം 1:3 അല്ല, ഇപ്പോൾ 1:4 മേളിൽ നമ്മളുടെ ടാർഗറ്റ് വച്ചിട്ടുണ്ട്. ഒരു 115 പോയിൻറ്റിൻ്റെയാണ് നമ്മൾ ടാർഗറ്റ് വച്ചത്. ഇപ്പോൾ CPR-നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. CPR-നെ നോക്കിയാൽ ഇവിടെ ഒരു നമ്മളുടെ രാവിലെ മാർക്കറ്റ് റിട്ടേൺ ആയ ഒരു ഏരിയ ആണ്. അവിടെ S1-ൻ്റെ സപ്പോർട്ടും ഉണ്ട്, മന്ത്ലി പിവോട്ടിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അപ്പം അതിന് തൊട്ട് മുന്നേ നമ്മൾ അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. ഇവിടെ CPR-ൻ്റെ തൊട്ട് മുകളിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. 78 സാധാ സ്റ്റോപ്പ് ലോസ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കാം. വലിയ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡല്ല, കാരണം ഇത്രയും സമയമായി കഴിഞ്ഞ് മാർക്കറ്റ് രാവിലെ ഇപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വണ്ടി പോകുന്ന സൗണ്ട് അതാണ്. ഓക്കെ, രാവിലെ നമ്മൾ പറഞ്ഞ പോയിന്റിൽ നിന്നും നല്ലൊരു മൊമെൻറ്റവും നല്ലൊരു ഗ്രീൻ ക്യാൻഡിലും ഒക്കെയാണ് ഫോം ചെയ്ത് നമുക്ക്. പക്ഷേ നമ്മളുടെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് അവിടെ ഫോം ചെയ്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ ട്രേഡ് എടുക്കാൻ. അത് ഞാൻ നല്ല രീതിയിൽ രാവിലത്തെ വീഡിയോയിൽ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് താഴോട്ട് വരാൻ ചാൻസസ് ഉണ്ടെന്ന്. പക്ഷേ അവിടെയും നമ്മളുടെ ഒരു സെറ്റപ്പ് ഫോം ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെയും അവിടെ നിന്നും ട്രേഡ് എടുത്തില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമ്മളുടെ ട്രേഡ് എടുത്തത്. ഇവിടെയും ജസ്റ്റ് വെറുതെ വെയിറ്റ് ചെയ്തിരുന്ന് കുറേ കഴിഞ്ഞ് ട്രേഡ് എടുക്കുകയല്ലായിരുന്നു. പ്രോപ്പർ റീസണും പ്രോപ്പർ കാരണങ്ങളും ഉള്ളതുകൊണ്ടാണ്. CPR-ൻ്റെ ഒരു ബ്രേക്കൗട്ടിൽ മാത്രമല്ല ട്രേഡ് എടുത്തത്, CPR-ൻ്റെ ഒരു ബ്രേക്കൗട്ട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ ശേഷവും മേളിലേക്ക് പോകുന്ന തന്നെയായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഞാൻ വളരെ സിമ്പിൾ ലോജിക്കാണ്. 11 മണി കഴിഞ്ഞതിന് കൊണ്ടാണ് ഞാൻ വളരെ ക്വാണ്ടിറ്റി കുറച്ചെടുത്തത്. കാരണം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുമുള്ള ചാൻസസ് ഇവിടെ കൂടുതലാണ്. മാർക്കറ്റ് എപ്പോഴും സിക്സാക് മൊമെൻറ്റം ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ഇത് ചെയ്തത്. EMA പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. 9 EMA 20 EMA ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 9 EMA 20 EMA പ്ലോട്ട് ചെയ്തു. അത് ഓൾറെഡി പ്ലോട്ടഡ് ആയിരുന്നു. പ്ലോട്ട് ചെയ്ത് ഒരു മിനിറ്റ്. ഓക്കെ, 9 EMA 20 EMA ക്രോസ് ഓവർ സംഭവിച്ചു. ഈ ക്രോസ് ഓവർ സംഭവിച്ച ഉടനെ തന്നെ ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിലിൻ്റെ ലോയെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിട്രേസ്മെൻറ്റിൽ ട്രേഡ് എടുക്കാമെന്നാണ്. നിങ്ങൾക്ക് എപ്പോഴാണെന്ന് നോക്കി കാണാൻ പറ്റും. അതും കൂടെ ഞാൻ പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ അകത്ത് നമ്മളുടെ ഫിബോയെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 0.6% കണ്ടോ. ഈ 0.6%-ൻ്റെ അടുത്ത് എത്തിയപ്പോൾ, മാർക്കറ്റ് അടുത്ത് എത്തിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻ്റർ ചെയ്ത് നല്ലൊരു മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ഒരു 2000-ൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓവറോൾ ഒരു 4000-ൻ്റെ പ്രോഫിറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത്. 4000-ന് മേളിൽ നോക്കാം. ഓക്കെ, ഏകദേശം നമ്മളുടെ ടാർഗറ്റിനോട് അടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്. 290. ഓക്കെ, വീണ്ടും കുറഞ്ഞു. ഈ ഒരു വളരെ 1-2 പോയിന്റ് കണ്ടോ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 2 പോയിന്റ് 94-ലാണ് നമ്മളുടെ ഇത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്, നമ്മളുടെ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4300-ൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോജിക്ക് വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ EMA പ്ലോട്ട് ചെയ്തു, ക്രോസ് ഓവർ ചെയ്തു. അതിൻ്റെ 0.6%-ൽ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. മാർക്കറ്റ് അവിടെ വന്നു. നമ്മളുടെ ഒരു കൺവിക്ഷൻ വെച്ചിട്ട് ഒരു 100 പോയിൻറ്റ്സിൻ്റെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാൽ ഇന്നൊരു 115 പോയിൻ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളും വളരെ ലോജിക്കലുമായ ഒരു ട്രേഡായിരുന്നു. എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ ഒരു ലോജിക് പരമായിട്ട് നോക്കുക. കാരണം ഈ ഒരു S1-ന് മുന്നേ തന്നെ ഞാൻ ഇറങ്ങാനായിരുന്നു പ്ലാൻ. കാരണം അതിന് മുന്നേയും മാർക്കറ്റ് പലപ്പോഴും തിരിയാറുണ്ട്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ പ്രോപ്പർ ടാർഗറ്റിലും പ്രോപ്പർ സ്റ്റോപ്പ് ലോസിലും എപ്പോഴും ഇറങ്ങാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ഒരു റിവേഴ്സിൽ വന്നാൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കാം, പക്ഷേ ഇവിടുന്ന് റിവേഴ്സിൽ വന്നാൽ തന്നെ നമ്മളൊരു ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ടാവും. ഓക്കെ, അല്ല മീൻസ് ഒരു DK ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ പ്രോഫിറ്റ് മുഴുവൻ പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ 11.6 എടുത്തു, 11.14 നമ്മൾ നമ്മളുടെ പ്രോഫിറ്റും ഹിറ്റ് ചെയ്തു. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിരുന്നു, വളരെ ലോജിക്കായിട്ടുള്ളൊരു ട്രേഡായിരുന്നു. 4,300 പ്രോഫിറ്റ് ഓവറോൾ നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രോഫിറ്റിലിറങ്ങുക, സ്റ്റോപ്പ് ലോസിലിറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 11.6 എടുത്ത് 11.14 വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇറങ്ങി. പക്ഷേ അത് ഇറങ്ങണമെങ്കിലും അവിടെ നമുക്ക് നമ്മളുടെ ഒരു കൺവിക്ഷൻ ഉണ്ടാവും. ഇപ്പം മാർക്കറ്റ് ഡൗൺ മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്കത് കാര്യമല്ല. കാരണം നമ്മൾക്ക് എന്തായിരുന്നു വേണ്ട, ഈ ഒരു CPR ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു EMIയുടെ ലെവലിൽ നിന്ന് താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. നമുക്ക് വേണ്ട ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമ്മൾ ഓൾറെഡി സെറ്റായിരുന്നു. അങ്ങനെ 4,000 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു.